ഗുരുജി നമസ്കാരം. നമസ്കാരം. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ അങ്ങയുടെ പല സംസാരത്തിൽ കോൺവെർസേഷൻസും വരുന്ന ഒരു സംഗതിയാണ് ഈ സത്യയുഗം വളരെ നല്ലൊരു കാലമായിരുന്നു, മഹാബലിയുടെ കാലമായിരുന്നു. ആ യുഗം മാറി ഇപ്പോൾ കള്ളത്തിന്റെയും ചതിയുടെയും വഞ്ചനയുടെയും കാലമാണ് എന്നുള്ളത്. അങ്ങയുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യന്റെ നാച്ചുറൽ ഒരു സ്വഭാവമല്ല ഈ കള്ളവും ചതിയും എന്നുള്ളത്. അതായത് ഈ മോഡേൺ ഇതിൽ ലോകത്തിൽ വന്നിട്ടുള്ള മനുഷ്യന് നിലനിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ള കാര്യമാണ് ചതിയും വഞ്ചനയും കള്ളവും ഒക്കെ. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള ഒരു തീർച്ചയായിട്ടും അതായത് ബൈ നേച്ചർ നമ്മൾ മനുഷ്യരെല്ലാം നല്ലവരാണ്. ഒരു മനുഷ്യനും ജന്മന ക്രൂവലോ അല്ലെങ്കിൽ കള്ളനോ തെമ്മാടിയോ പിടിച്ചുപറിക്കാരനോ ആവുന്നില്ല. വളർന്നു വരുമ്പോൾ സാഹചര്യം കൊണ്ടോ മറ്റു പല സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടോ ആണ് അങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ആദികാലമാണ്. ആദികാലം എന്ന് പറഞ്ഞാൽ വേദകാലത്തിന് മുമ്പ്. വേദകാലം എന്ന് പറയുമ്പോൾ വാമന അവതാരത്തിന് മുമ്പ്. അതാണ് നമ്മൾ ആദികാലം എന്ന് പറയുന്നത്. ആ സമയത്ത്, അതായത് മഹാബലിയുടെ ഭരണകാലം വരെ, മനുഷ്യ സൃഷ്ടി മുതൽ മഹാബലിയുടെ ഭരണകാലം വരെ ഒരു നല്ല സമയമായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്. നമ്മൾ ആ സമയത്തിനാണ് സത്യയുഗം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യുഗം ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിനെപ്പറ്റി ഡിസ്കഷനൊക്കെ ധാരാളം നടന്നിട്ടുണ്ട്. ചിലർ പറഞ്ഞിട്ടുണ്ട്, മഹാബലി എന്നൊക്കെ പറയുന്നത് യൂട്ടോപ്പിയാണ്, അങ്ങനെ നമുക്ക് ഒന്നും ഉണ്ടാകില്ല. അപ്പം ഞാൻ പറഞ്ഞു, അത് മഹാബലി യൂട്ടോപ്പി ആണെങ്കിൽ ശ്രീ പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ ഇവരെല്ലാം യൂട്ടോപ്പിയാണ്. ഞാൻ പറയാൻ മനസ്സിലായി. അപ്പൊ അത് യൂട്ടോപ്പിയല്ല. അങ്ങനെ എടുത്ത് തള്ളുന്നവർക്ക് അത് എടുക്കണ്ട, അത് വിശ്വസിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയും, നമുക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനതിൽ ഡീപ്പായി വിശ്വസിക്കുന്നു. നമ്മൾ ബൈ നേച്ചർ നമ്മളെല്ലാം നല്ലവരുമാണ്. അപ്പോൾ ആ സമയത്ത് കള്ളമില്ല, ചതിയില്ല, എള്ളോളമില്ല, പൊളിവചനം. അങ്ങനെ ഒരു യുഗം അങ്ങനെ കഴിഞ്ഞു പോയി. നമ്മുടെ സത്യയുഗം എന്ന് പറയുന്നത്, കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം എന്ന് പറയുന്നത്. ആ യുഗം അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് വാമനൻ വരുന്നത്. നമ്മൾ വാമന അവതാരം എന്നാണ് പറയുന്നത്. ആ വാമനൻ എന്ന് പറഞ്ഞാൽ ഒരു ചതിയനും വഞ്ചകനും ഫ്രോഡൊക്കെ ആണെന്നുള്ളത് ഞാൻ പല ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും. കാരണം സത്യവാനായി യാതൊരു കള്ളവും ചതിയും ഒന്നും ഇല്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കണ്ട് ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയിൽ നിന്നും 3 അടി സ്ഥലം വേണമെന്നും അത് തനിക്കിരുന്ന് പ്രാർത്ഥിക്കാനാണെന്നും ഒക്കെ പറഞ്ഞ് ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഫ്രോഡ് ആണ് വാമനൻ. ഇത് ചരിത്രമാണ്. അങ്ങനെയാണല്ലോ മഹാബലി വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 3 അടി കൊടുക്കുകയും അദ്ദേഹം വളർന്ന് വലുതായി എന്ന്. അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് വെച്ചാൽ മഹാബലിയെ കൊന്നു എന്നതിൻ്റെ അർത്ഥം. ഇരിക്കാൻ സ്ഥലം കൊടുത്തു, മഹാബലിയുടെ തലയറുത്തു, കളഞ്ഞു. ഇതാണ് ചരിത്രം. ഇതുപോലെയാണ് ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത്. നമ്മൾ ഈ ചരിത്രമൊക്കെ നമുക്ക് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതും കച്ചവടത്തിനാണ് വന്നത്. അവരിവിടെ കച്ചവടം സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ രാജ്യമേ അവരുടെ കയ്യിലായി. ഇത് രണ്ടും കൂടെ നമുക്ക് താരതമ്യമുണ്ടല്ലോ, സാമ്യമുണ്ടല്ലോ, മനസ്സിലാക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. വാമനൻ വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഇതെല്ലാം മാറിയത്. കാരണം വാമനൻ വന്നത് തന്നെ ഫ്രോഡായിട്ടാണ്. അപ്പൊ അതല്ലേ പിന്നെ നിലനിൽക്കൂ. അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ എല്ലാം മാറി. ഇനിയും ചതിയും വഞ്ചനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ ഒക്കൂ ഉള്ള ഒരു സിസ്റ്റത്തിലായി. അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രാജ്യത്ത്, ഞാൻ ശ്രീ മഹാഭാരതം എന്നാണ് പറയുക, ഇന്ത്യയൊക്കെ പിന്നെ വന്നതാണ്. 300 വർഷമേ ആവുള്ളൂ ഇന്ത്യ എന്നുള്ള പേരൊക്കെ വന്നിട്ട്. അതിനു മുമ്പ് നമ്മുടെ പേര് ശ്രീ മഹാഭാരതം എന്ന് തന്നെയാണ്. അതായത് ബ്ലെസ്ഡ് മഹാഭാരതം എന്നാണ് നമ്മുടെ ഇതിൻ്റെ. അത് വാമന അവതാരം വരെ, അതായത് മഹാബലിയുടെ ഭരണകാലം വരെ അങ്ങനെയായിരുന്നു. ഇത്ര ഒരു ബ്ലെസ്ഡ് സ്ഥലമായിരുന്നു നമ്മൾ. ആ ബ്ലെസ്സിങ് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു വാമനൻ വന്നതോടുകൂടി. അപ്പം ഇങ്ങനെ വാമനൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? മനുഷ്യനെ പിടിച്ചു പറിക്കാനും കള്ളത്തരം കാണിക്കാനും മോഷ്ടിക്കാനും ഒക്കെ ആ വാഞ്ച ഉണ്ടായി. കാരണം ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ ഒക്കാതെ വന്നു. അങ്ങനെ വന്നപ്പോഴുണ്ടായ ചില പ്രതിഭാസങ്ങളെന്ന് വേണേൽ പറയാം. ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം, കൊച്ചു കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കുക,
അതായത് 12-13 വയസ്സൊക്കെ ആകുമ്പോഴത്തെ കല്യാണം കഴിച്ച് കിളവന്മാരുടെ കൂടെ അങ്ങ് വിടുകയാണെന്ന്. പിന്നെ ദേവദാസി സിസ്റ്റം, 4, 5, 6 വയസ്സായി കഴിഞ്ഞ പെൺകുഞ്ഞുങ്ങൾ, ഇതെല്ലാം പെൺകുഞ്ഞുങ്ങളെയാണ്, ഇതെല്ലാം അറ്റാക്ക് ചെയ്തെല്ലാം അവരെയാണ്. പെൺകുഞ്ഞുങ്ങളെ അമ്പലങ്ങളിലും മറ്റും കൊണ്ടങ്ങ് വിടുകയാണ്. ദേവദാസി, ദൈവത്തിന് ദാസിയായിട്ട് അങ്ങ് വിടുകയാണ്. അവിടെ പിന്നെ അതിനെ വ്യഭിചരിച്ച് 10-60 വയസ്സൊക്കെ കഴിയുമ്പോൾ, ഉപയോഗശൂന്യമായി കഴിയുമ്പോൾ എടുത്ത് വെളിയിൽ കളയുന്നു. ഇത് സിസ്റ്റം നമ്മുടെ നാട്ടിൽ നടന്നതാണ്. ഇതെല്ലാം വാമനാവതാരത്തിന് ശേഷമാണ്. അതിനുമുമ്പ് ഇങ്ങനത്തെ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. പിന്നെ സതി, ഭർത്താവ് മരിച്ചാൽ ചിതയിൽ ചാടി ചത്തിരിക്കണം ഭാര്യ, ഇല്ലെങ്കിൽ തെള്ളിയിട്ട് കൊല്ലുമായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ നടന്നതാണ്. ഡൗറി, സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് ഡൗറി കൊടുക്കണം. അപ്പം ഇങ്ങനത്തെ ഞാൻ പറയുന്ന അനാശാസ്യമായ പൈശാചികമായ സിസ്റ്റം എല്ലാം ഇവിടെ കൊണ്ടുവന്നത് വാമന അവതാരത്തിന് ശേഷമാണ്. അതിനുമുമ്പ് അതില്ലായിരുന്നു. അപ്പം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മാറണം. അതുപോലെ കൈക്കൂലി, ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യ എടുത്തു നോക്കിയാൽ കൈക്കൂലി ഇല്ലാതെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അല്ലെങ്കിൽ ഏത് ഓഫീസറാണ് ഒരു കാര്യം ചെയ്തില്ല. മേ ബി 4 or 5% ഉണ്ടാവാം, വളരെ ചുരുക്കമാണ്. കാര്യം അവരെ പോലും വെച്ചിരിക്കത്തില്ല ഈ വാമനന്മാർ. അവരുടെ പേരിൽ എന്തെങ്കിലും കള്ളത്തരമൊക്കെ ആരോപിച്ച് അവരെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധമൊക്കെ ഉണ്ടാവുന്നത്. യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 2 പേര് ഡിസഗ്രിമെൻ്റ് ഉണ്ടാവും, അത് യുദ്ധമാണ്, ശരിയല്ലേ? അത് പിന്നെ വില്ലേജിലുള്ള ആൾക്കാരായി, പരന്ന രാജ്യമായി, ലോകമായി, ഇപ്പോൾ ലോകമൊക്കെയാണ് ഇപ്പോൾ യുദ്ധം നടത്തുന്നത്. അപ്പം നമുക്കിതെല്ലാം മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പൂർവ്വകാലത്തെ, പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം. നമ്മുടെ ഉറവിടം അതാണ്. നമ്മുടെ ഉറവിടം സത്യയുഗം തന്നെയാണ്. നമ്മുടെ സൃഷ്ടികർത്താവ് നമ്മുടെ ഭാരതീയ വിശ്വാസം അനുസരിച്ച് ബ്രഹ്മാവാണ്, 5 തലയുള്ള ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിനെ പിന്നെ 5 തലയും 4 തലയൊക്കെ ആക്കിയില്ലേ, ഉള്ള കള്ളക്കഥകളെല്ലാം ജയിച്ചുകൊണ്ട്. നമുക്കിതെല്ലാം മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ആദ്യകാലത്തിലോട്ട് പോകണം. അതായത് തുടക്കം എങ്ങനെയാണോ അതുപോലെ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ബ്രഹ്മലോകം വന്നതും ബ്രഹ്മലോകം സ്ഥാപിച്ചതും. ഞാൻ ഈ പറഞ്ഞതിൽ സംശയമൊക്കെ ആർക്കെങ്കിലും ഉണ്ട്, ബ്രഹ്മലോകം വന്നത് കാണുക, മനസ്സിലാവും എന്താണ് ബ്രഹ്മലോകം എന്നുള്ളത്. അവിടെ ഈ ബ്രഹ്മലോകം സൃഷ്ടിച്ചിട്ടുള്ള ഈ സത്യയുഗത്തില് ആ ടൈമിലുള്ള അതേ രീതിയിലാണ് ബ്രഹ്മലോകത്തിൽ. അവിടെ വാതിലില്ല, നടയടപ്പ് തുറപ്പില്ല, അവിടെ ഹുണ്ടിയില്ല, അൺടച്ചബിലിറ്റി ഇല്ല, ആർക്കും എപ്പോഴും 24 മണിക്കൂറും വരാം. അപ്പോൾ ഇതെല്ലാം ഉള്ള വേറെ ഏതെങ്കിലും ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇതുപോലെ എല്ലാ ഇതിലും ഉള്ള ഒരു ക്ഷേത്രം, ഒരു ആരാധനാലയം വേറെ എങ്ങും ഉള്ളതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. ഉണ്ടാകുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബ്രഹ്മലോകം ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇത് വേദകാലത്തിന് മുമ്പായിരുന്നു, ആദ്യകാലത്തുണ്ടായിരുന്ന സിസ്റ്റമാണിത്. അന്ന് ഇതൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. ഉണ്ടി അറിയത്തില്ല, കാശിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, ദൈവത്തിന് ഇതൊന്നും വേണ്ട. ദൈവത്തിന് പണവും വേണ്ട, ദൈവത്തിന് ആഹാരവും വേണ്ട, ദൈവത്തിന് പൂജയും വേണ്ട, വിളക്കും വേണ്ട, നെയ്യും വേണ്ട, എണ്ണയും വേണ്ട, ഒന്നും വേണ്ട, പാലും ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടുമുള്ള പ്രാർത്ഥന, നമുക്ക് തിരിച്ച് നമ്മുടെ ഉറവിടത്തിൽ പോയിരിക്കും, അത് തീർച്ചയാണ്. ഇപ്പോൾ കലികാലം തീരുകയാണെന്ന് ഞാൻ പറയും, കലികാലം മാറുകയാണ്. തീർച്ചയായിട്ടും കുറച്ച് അനാശാസ്യ ഒക്കെ ഉണ്ടാകും. അണയും തീ ആഴിക്കത്തും എന്ന് പറയുന്നത് പോലെ കുറച്ച് കാലം അത് ഉണ്ടാവും. നമുക്കൊക്കെ അത് സഹിക്കാം. നമ്മളുള്ള സമയത്താണെങ്കിൽ അത് സഹിക്കണം. നമ്മൾ എന്തിനാണ് നമ്മുടെ വരും തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല കാലം വരാൻ വേണ്ടി നമുക്ക് കുറച്ച് സഹിച്ചാലും ഒരു കുഴപ്പമില്ലെന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. വളരെ സന്തോഷം. വളരെ നന്ദി ഗുരുജി.